ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആനുവൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്നും നമുക്ക് നോക്കാം. നമുക്ക് അറിയാം, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഒന്നാമത്തേതിലെ എ ചോദ്യം, by what number should we divide both the numerator and denominator of 8 by 12 to simplify it? എന്താണ് 8 by 12 എന്ന് പറയുന്നതിനെ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 12 ആണ് അല്ലേ. അത് നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 8 എന്നുള്ളത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട് 2 എന്ന് പറയുന്നത്? 8ൽ 4 ടൈംസ് പോകുന്നുണ്ട് അല്ലേ. പിന്നെ 12ൽ 6 ടൈംസും പോകുന്നുണ്ട്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 6 കിട്ടും. പക്ഷേ വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, എത്ര കിട്ടും? 2 കിട്ടും. ഇവിടെ 12നെ 3 കിട്ടും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 4 എന്നുള്ള നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി ബി ചോദ്യം, if 33 liters of milk is divided equally among 12 people, how many liters will each person get? എന്താണ്? 33 ലിറ്റർ പാലുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? 12 പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുക. ടോട്ടൽ ലിറ്റർ ഓഫ് മിൽക്ക്. ഓക്കെ, ടോട്ടൽ ലിറ്റർ ഓഫ് മിൽക്ക് എന്ന് ആദ്യം എഴുതി കൊടുക്കുക. ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എത്രയാണ്? 33 ലിറ്റർ ആണ്. ഇനി ടോട്ടൽ പേഴ്സൺസ് എത്രയാണ്? ടോട്ടൽ പീപ്പിൾ ഈക്വൽ ടു 12. ഓക്കെ, ഇനി നമുക്കിതിനെ ചെയ്തു നോക്കാം. എന്ത് ചെയ്യണം? നമുക്കറിയാം ഈ 33നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 33യും 12ഉം കൂടെ പോകുന്ന ഒരു നമ്പറേ ഉള്ളൂ. അത് ഏതാണെന്നറിയോ? 3 എന്നുള്ള നമ്പറാണ്. ഓക്കെ, 3 കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3ൽ 33 എത്ര പ്രാവശ്യം പോകും? 11 ടൈംസ് പോകും. 12ൽ 4 ടൈംസും പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? 11 ഡിവൈഡഡ് ബൈ 4 ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ 11 ഡിവൈഡഡ് ബൈ 4നെ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ 11നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? നമുക്കറിയാം 4ൽ എത്ര പ്രാവശ്യം പോകും? ഒരു തവണ പോകും അല്ലേ. 4ൽ ഒരു തവണ പോകും. 11ൽ എത്ര പ്രാവശ്യം പോകും? 11 എന്ന് പറയുന്നത് 4 × 2 8 തവണ പോകും അല്ലേ. 8 കിട്ടും. പക്ഷേ പിന്നെ അടുത്ത എത്ര കിട്ടുന്നത്? 12 ആണല്ലോ. അപ്പോൾ 12 പോകില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 2 എന്നുള്ളത് ആദ്യം നമ്മൾ എടുത്തെഴുതുക. അതിനുശേഷം ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 നമ്മൾ അതേപോലെ എഴുതുക. ഇനി 8 കഴിഞ്ഞാൽ 11ലേക്ക് എത്ര നമ്പറാണുള്ളത്? 8 കഴിഞ്ഞാൽ 9 10 11 3ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 2 3/4 എന്നുള്ളത് കിട്ടും. അപ്പോൾ 2 3/4 ലിറ്റർ ആണ് ഒരാൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾക്ക് കിട്ടുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. If 20 liters of water is filled 8 identical bottle, how many liters of water will each bottle hold? അത് 20 ലിറ്റർ വെള്ളം 8 ബോട്ടിലുകളിലായിട്ട് നിറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും എത്ര വെള്ളം ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ലിറ്റർ ഓഫ് വാട്ടർ എന്ന് എഴുതുക. ടോട്ടൽ ലിറ്റർ ഓഫ് വാട്ടർ. ഈ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈക്വൽ ടു എത്രയാണ്? 20 ലിറ്റർ. ഇനി ടോട്ടൽ ബോട്ടിൽസ് എത്രയാണ്? 8 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? 20 ഡിവൈഡഡ് ബൈ 8 ആണ് ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 20 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 5 ആണ് 20 എന്ന് പറഞ്ഞാൽ. 8 എന്ന് പറഞ്ഞാലോ 4 × 2 ആണ്. അപ്പോൾ രണ്ടും കൂടെ പോകുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. അതുപോലെ 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ എത്രയായി? 5/2 എന്നായിട്ട് മാറി. ഓക്കെ,
അപ്പോൾ ഈ 5/2 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നോമിനേറ്റർ വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എടുത്തെഴുതാം. എന്നിട്ട് 5-ൽ എത്ര പ്രാവശ്യം 2 പോകുന്നുണ്ട് എന്ന് നോക്കുക. എത്രയാണ്, 2 × 2 ആണ് 4 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത 6 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 2 ടൈംസ് പോകുന്നുണ്ട്. ആ 2നെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇനി ബാലൻസ് എത്രയാണ്, 5-ൽ നിന്നും 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 കിട്ടും. ആ 1 ഇങ്ങോട്ടും എടുത്തെഴുതാം. അപ്പോൾ 2.5 ലിറ്റർ ആണ് അവിടെ ഓരോ ബോട്ടിലും ഉണ്ടാകുന്നത്. ഓക്കെ, 2.5 ലിറ്റർ എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം, എന്നാലേ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഡി ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദ സിംപ്ലിയസ്റ്റ് ഫോം ഓഫ് 30 ഡിവൈഡഡ് ബൈ 45 ഈസ് 2/3. ഓക്കെ, 30 ഡിവൈഡഡ് ബൈ 45ൻ്റെ സിംപ്ലിയസ്റ്റ് ഫോം എന്ന് പറയുന്നത് 2/3 ആണ്. റീസൺ പറയുന്നുണ്ട് 2/3 ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 15. എന്താണ്, ഇതിനെ രണ്ടിനെയും 15 എന്നുള്ള നമ്പർ വെച്ചുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2/3 കിട്ടുന്നുണ്ട്. അതുപോലെ ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 30 ആൻഡ് 40, 30യുടെയും 40യുടെയും ഹയസ്റ്റ് കോമൺ ഫാക്ടറും കൂടെയാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു റീസൺ പറഞ്ഞത് നമുക്ക് നോക്കാം. 15 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, 30 ഡിവൈഡഡ് ബൈ 45 ആണ്. ഓക്കെ, 30ൽ 15 വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം പോകും, 15 30 ആണല്ലേ, 2 ടൈംസ് പോകുന്നുണ്ട്. 45ൽ എത്ര പ്രാവശ്യം പോകുന്നുണ്ട് കൂട്ടുകാരെ, ഒന്ന് ചെയ്ത് നോക്കൂ. 45 ഡിവൈഡഡ് ബൈ 15 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്, നമുക്കറിയാം 50 × 3 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 3 ടൈംസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി, 2/3 എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി പറഞ്ഞിട്ടുള്ള എന്താണ്, ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് 30 and 45 എന്ന് പറയുന്നതാണ്. അത് നമുക്കൊന്ന് നോക്കാം. 30 ഡിവൈഡഡ് 45, ഇത് നമുക്ക് ഏതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, 30യെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ 45 കിട്ടുമോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇല്ല. 3 വെച്ചിട്ട് നോക്കൂ, 3ൽ 30 വരുന്നുണ്ട്, എത്ര പ്രാവശ്യം, 10 ടൈംസ് വരുന്നുണ്ട്. 45 എത്ര പ്രാവശ്യം വരുന്നത്, 45 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 3 ചെയ്ത് നോക്കണം. എത്ര പ്രാവശ്യം വരും, ഇവിടെ 1 ടൈം വരും, 3 1 15, 15ൽ എത്ര പ്രാവശ്യം വരും, 5 ടൈംസ് വരും. അപ്പോൾ 15 വരുന്നുണ്ട് അല്ലേ. ഇനി 10 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുന്നതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഓക്കെ, 5 കൊണ്ട് ചെയ്യാണ്. 5 കൊണ്ട് ചെയ്യുമ്പോൾ 10ൽ എത്ര പ്രാവശ്യം പോകും, 2 ടൈംസ് പോകും. 15ൽ എത്ര പ്രാവശ്യം പോകും, 3 ടൈംസ് പോകും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതും കിട്ടി. അപ്പോൾ എന്താണ്, ഈ പറഞ്ഞ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 3 എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അതുപോലെ തന്നെ റീസണും കറക്റ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ഫോൾസ്, അത് തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇതിനെ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പാണോ പറഞ്ഞ കാര്യങ്ങൾ റീസണും സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ചെയ്തു നോക്കി സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം നിങ്ങളത് ആൻസർ ചെയ്യാൻ. ഇനി അടുത്തത് ഇതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 1ലെ ബി ആണ്. ഫൈൻഡ് ദ സം ഓഫ് 1 1/2 പ്ലസ് 2 1/4 എന്നുള്ളതാണ്. എന്താണ്, ഇതിലെ 1 1/2 പ്ലസ് 2 1/4 എന്നുള്ളതിൻ്റെ സമ്മ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, ബി ഉത്തരമാണ് എഴുതുന്നത്. 1 1/2 പ്ലസ് 2 1/4 ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ 1 1/2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, 1 + 1/2 ആൻഡ് പ്ലസ് എന്താണ് 2 + 1/4 എന്ന് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ഈ ഫ്രാക്ഷനൊക്കെ ഒരു ഭാഗത്തേക്കും നോർമൽ നമ്പർ മറ്റൊരു ഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ എന്താകും, 1 + 2 ആയിട്ട് മാറും, പ്ലസ് 1/2 പ്ലസ് 1/4 അല്ലേ, കറക്റ്റ് അല്ലേ. ഇനി എന്താവും, 1 + 2 എന്ന് പറയുന്നത് എന്താണ്, 3 എന്നുള്ളത് കിട്ടി. പ്ലസ് എന്താണ്, 1/2 പ്ലസ് 1/4 ആണല്ലേ. അപ്പോൾ ഇവിടെ താഴെ നോക്കൂ നിങ്ങൾ, ഒന്ന് 1/2 ഒന്ന് 1/4 ആണല്ലേ. രണ്ട് ഡിനോമിനേറ്ററും സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടിനെയും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ 1/2നെ നമുക്ക് 1/4നെ നമുക്ക് 1/2ലേക്ക് മാറ്റാൻ പറ്റുമോ, 1/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണല്ലേ, 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുക്കാലല്ല കാല്, 1/4 എന്ന് പറഞ്ഞാൽ കാലും 1/2 എന്ന് പറഞ്ഞാൽ അരയുമാണ്. അപ്പോൾ ഈ അരയെ നമുക്ക് കാലിലേക്ക് മാറ്റാം അല്ലേ. എന്ത് ചെയ്താൽ മതി, ഈ അര 2 തവണ എഴുതിയാൽ പോരെ. അഥവാ 1/4 പ്ലസ് 1/4
4 എന്തായി 1/2 ആയി അല്ലേ, പ്ലസ് 1/4 കൂടെ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3 എന്നുള്ള കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതാം. എന്നിട്ട് ഇവിടെ ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടി നോക്കൂ, 3 ഉണ്ടല്ലേ, അഥവാ 3 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്. അപ്പോൾ 3 ആയി. 4 എന്നുള്ള ഡിനോമിനേറ്റർ സെയിം അത് എടുത്തെഴുതുകയും ചെയ്യാം. അപ്പോൾ എന്തായി 3 + 3/4 ആയിട്ട് മാറി. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 3/4 മാറ്റി എഴുതാം. അപ്പോൾ ഇതാണ് ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു തിയറിയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുക, അതിനുശേഷം നമ്മൾ കണ്ടെത്താം. ഇവിടെ എഴുതുമ്പോൾ എന്തായിട്ട് മാറും, ഡിനോമിനേറ്റർ ഒരിക്കലും ചേഞ്ച് ആവില്ല, നോമിനേറ്റർ മാത്രം ടോട്ടലി കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ബി ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് റൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ബി ചോദ്യം. അനൂപ് ബോട്ട് 20 മീറ്റർ ഓഫ് ത്രെഡ്. അനൂപ് എന്ത് ചെയ്തു, 20 മീറ്റർ ഒരു ത്രെഡ് വാങ്ങിച്ചു, ഒരു നൂല് വാങ്ങിച്ചു. ഹി കട്ട് 5 1/4 മീറ്റർ ഫസ്റ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, 5 3/4 മീറ്റർ അവൻ കട്ട് ചെയ്തെടുത്തു. ആൻഡ് ദെൻ അതിനുശേഷം 6 1/2 6.5 അവന് കട്ട് ചെയ്തെടുത്തു. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ത്രെഡ് ആർ ലെഫ്റ്റ് നൗ. അപ്പോൾ ഇപ്പോൾ എത്രയാണ് അതിൽ നിന്നും ലെഫ്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ സ്റ്റെപ്പ് എഴുതി കൊടുക്കുക. എന്താണ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ത്രെഡ് എത്രയായിരുന്നു, ആദ്യം അത് എഴുതുകയാണ് വേണ്ടത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ത്രെഡ് 20 മീറ്റർ ആയിരുന്നു അല്ലേ, 20 മീറ്റർ ആയിരുന്നു. ഇനി കട്ട് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് കട്ട് ഔട്ട്. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ ത്രെഡ് കട്ട് ഔട്ട് ഏതൊക്കെയാണ്, ആദ്യം കട്ട് ചെയ്തത് 5 1/4 ആയിരുന്നു, പ്ലസ് എന്തും കൂടെ ഉണ്ടായിരുന്നു, 6 1/2 കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എഴുതാം. എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഈ ഫ്രാക്ഷൻ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 5 + 6 ഒരുമിച്ചിട്ട് വരും, പ്ലസ് എന്തും കൂടെ വരും 3/4 പ്ലസ് 1/2 കൂടെ വരും. ഓക്കെ, 1/2 കൂടെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 + 6 എന്ന് പറയുന്നത് എത്രയാണ്, 5 + 6 12 ആണ്. പ്ലസ് ഇവിടെ എന്താണ്, ഒന്ന് 3/4 ഒന്ന് 1/2 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3/4 നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് മുക്കാലാണ്. അരയെ നമുക്ക് എന്ത് ചെയ്യാം, കാലാക്കിയിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാം അല്ലേ. അപ്പോൾ 3/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ഈ 12 ഇതേപോലെ തന്നെ വരും. 12 പ്ലസ് ഇവിടെ എന്താണ്, ന്യൂമിനേറ്റർ കൂട്ടി നോക്കൂ, 3ഉം 4ഉം 5 ആയി അല്ലേ. അപ്പം എന്തായി, 5 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, പ്ലസ് 5/4. ഈ 5/4 നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 5/4 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് 1/4 എന്ന് എഴുതി കൊടുക്കാം. കാരണം 4 കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരെണ്ണം വന്നില്ലേ. അപ്പോൾ 12 + 1 1/4 എന്നുള്ളത് വരും. ഇനി ഇതിന് നമുക്ക് എന്ത് എഴുതാം, 12 1/4 നമുക്ക് ഒരുമിച്ചിട്ട് എഴുതി കൊടുക്കാം. 12 1/4 മീറ്റർ ആണ് അപ്പോൾ അവിടെ ബാക്കിയുള്ളത്, അത്രയും മീറ്റേഴ്സ് ആണ് അവിടെ ബാക്കിയുള്ളത്. ഓക്കെ, സ്റ്റെപ്പ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് നിങ്ങൾ ഒന്ന് നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. മാത്സ് ആണ്, ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു. ആകെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് മേ ബി ഇവിടെ ആയിരിക്കാം. എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെയാണ് അല്ലേ. ഇത് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡിനോമിനേറ്റർ 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടിയിട്ട് ഹാഫിനെ നമ്മൾ എന്താക്കി, 1/4 പ്ലസ് 1/4 ആക്കി മാറ്റി. ഇനി അടുത്ത ഡൗട്ട് വരുന്നത് ഇവിടെ ആയിരിക്കും, 5/4 എന്നാണ് അല്ലേ. 5/4 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ഒരു സാധനമാണെന്ന് വിചാരിക്കും. ഒരു ത്രെഡിലെ 4 ഭാഗങ്ങളാക്കി. ഓക്കെ, അപ്പോൾ 5 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, ഇത് ഒരു ഭാഗമായിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ബാക്കി അവിടെ 1/4 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇത്രയുമാണ് നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു, ടോട്ടൽ ഉണ്ടായിരുന്നത് 20 ആണല്ലേ. 20ൽ നിന്നും എത്ര നമ്മൾ കട്ട് ചെയ്തു, 12 1/4 നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും കുറക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 20ൽ നിന്നും 20ൽ നിന്നും 12 കുറക്കുക. അപ്പോൾ എത്ര കിട്ടും, 8 കിട്ടും. 8 - 1/4 എന്നുള്ളത് വരും. 8 - 1/4. ഓക്കെ,
ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഒരെണ്ണം ഫ്രാക്ഷൻ ആണ്, ഒരെണ്ണം നോർമൽ നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ഈ 8നെ ഈ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 എന്നുള്ളത് കിട്ടും. ഓക്കെ, 32 ഡിവൈഡഡ് ബൈ 4 ആയിട്ട് മാറും. പിന്നെന്താണ്, 1/4 അവിടെ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. 32ൽ നിന്നും 1 മൈനസ് ചെയ്താൽ 31. ഇവിടെ ഡിനോമിനേറ്റർ 4 അതുപോലെ തന്നെ വരും. 31 ഡിവൈഡഡ് ബൈ 4 ആയിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമ്മളെ ഇത് 31 ഡിവൈഡഡ് ബൈ 4 അല്ലേ, ഇതിനൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 4 ഡിനോമിനേറ്റർ ആയിട്ടുള്ള 4 നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നിലനിർത്തുക. എന്നിട്ട് 4ൻ്റെ ടേബിൾ എടുത്ത് നോക്കുക. 31 എവിടെയാണ് പോകുന്നത്? 7 ഇൻറ്റു 4 എത്രയാണ്? 7 ഇൻറ്റു 4 നോക്കുക, 28 കിട്ടും അല്ലേ. 7 ഇൻറ്റു 4 എന്ന് പറയുന്നത് 28 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, 7 എന്ന് എഴുതി കൊടുക്കുക. 28 കഴിഞ്ഞാൽ ഈ 31ലേക്ക് എത്ര കൂടി ഉണ്ട്? 28 കഴിഞ്ഞാൽ 29, 30, 31 മൂന്നും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ റിമൈനിങ് 3 നമ്മളിവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ 7 3/4 മീറ്റർ ആണ് ഇപ്പം എന്ത് ചെയ്തുള്ളത്, ബാലൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണക്കാണ് നമ്മൾ നോക്കേണ്ടത്. എന്താ പറയുക, 2-3 സ്റ്റെപ്പായിട്ട് നോക്കണം. ആദ്യം നമ്മൾ ഇത് കണ്ടെത്തണം, അതിനുശേഷം അതിൽ നിന്നും ടോട്ടൽ നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുക. അപ്പോഴാണ് നമുക്കത് എത്രയാണ് ഇനി ബാക്കിയുള്ളത് എന്ന് മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിലെ സി ചോദ്യമാണ്, വിച്ച് ഫ്രാക്ഷൻ ഷുഡ് ബി ആഡഡ് ടു 3/7 ടു ഗെറ്റ് 1? എന്താണ്, 3/7ൻ്റെ കൂടെ ഏത് ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3/7 ആണല്ലേ. 3/7ൻ്റെ കൂടെ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1ൽ നിന്നും ഈ 3/7 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, 1 എന്ന് പറയുന്ന കോമൺ നമ്പറും 3/7 എന്ന് പറയുന്നത് ഫ്രാക്ഷനുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1നെയും ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യണം, 1ൻ്റെ താഴെ ഒരു 1 കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 എന്നുള്ളത് കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ താഴെയുള്ള ഈ 1നെ ഈ 7 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഇവിടെയും നമുക്ക് 7 എന്നുള്ളത് കിട്ടും. അപ്പോൾ 7/7 ആയി. അതിന് എന്തുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്യണം? 3/7 കൊണ്ട് മൈനസ് ചെയ്യണം. എത്ര കിട്ടും? 7ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. ഡിനോമിനേറ്റർ ആയിട്ടുള്ള 7 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ 4.7 ആണ് നമ്മൾ 3/7ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്പറാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ഡി ചോദ്യം നോക്കാം. ഡി ചോദ്യം എന്താണ്? നമുക്ക് സി എന്താണ് നോക്കാനുള്ളത്? സി പറയുന്നത് സി ആണ് നോക്കിയത്, ഡി ആണ് നോക്കേണ്ടത് അല്ലേ. ഇത് സിയുടെ ആൻസർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെയുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? എ ചോദ്യം 6/20 is one part of when 20 is divided into 6 equal parts. അഥവാ 20 6 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ അതിലെ 1 പാർട്ടാണ് 6/20 എന്ന് പറയുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. P1 1 part of 6 divided into 20 equal parts is more than 1. എന്താണ്? 20 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 20 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ അവിടെ എന്താണ്, 1നേക്കാൾ കൂടുതൽ പാർട്സ് അവിടെ ഉണ്ടായിരിക്കും. 1 പാർട്ട് നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഫസ്റ്റ് പറയുന്നത് 6/20 is one part when 20 is divided into 6 equal parts. അപ്പോൾ എന്താണ്, 20യെ നമ്മൾ എന്താണ് 6 ഈക്വൽ പാർട്ട് ആക്കുകയാണ്. അതിൽ ഒരു പാർട്ടാണ് 1 എന്ന് പറയുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ്, അത് ശരിയല്ല. ഇനി 1 part of 6 divided by 20. ഇനി 20യെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോർ ദാൻ 1 കിട്ടും എന്ന് പറയുന്നു. 6നെ നമ്മൾ എങ്ങനെയാണ് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോർ ദാൻ 1 കിട്ടുക? കിട്ടുമോ? 6ൽ എന്തായാലും 20 പോവില്ല, 0 ആണല്ലേ. അപ്പോൾ അതും എന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് 1 part of 20 divided into 6 equal parts is equal to 1 part of 10 divided into 3 equal parts. എന്താണ്, 20യെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. 20 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 പാർട്ട് ഓഫ് 10 ഡിവൈഡഡ് ബൈ ഇൻറ്റു 3 ഈക്വൽ പാർട്ട്, അഥവാ 10 ഡിവൈഡഡ് ബൈ 3ന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഈ 20 ഡിവൈഡഡ് ബൈ 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഡിവൈഡഡ് ഇൻറ്റു
2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ എത്ര പ്രാവശ്യം വരും? 20ൽ 10 ടൈംസ് വരും. 6ൽ എത്ര പ്രാവശ്യം വരും? 3 ടൈംസ് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ഇതെന്ന് പറയുന്നത് ഇതിന് തുല്യമാണ്. കാരണം ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? കീറി മുറിച്ച് പരിശോധിച്ചാലേ നമുക്ക് എന്ത് ഉത്തരമായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്തത് 2ലെ എ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചർ? ഈ പിക്ചറിലെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ പിക്ചറിലെ ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ആംഗിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചാപ്റ്ററൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് അല്ലേ. ഈ ആംഗിൾസ് മൊത്തം എത്രയായിരിക്കും? ഇത് മൊത്തം 180 ആയിരിക്കും അല്ലേ, അഥവാ 180 ആയിരിക്കും. ടോട്ടൽ 180 ആണ്. ഇവിടെ തന്നിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 100 ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ടോട്ടലിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എത്ര കിട്ടും? 80 ഡിഗ്രി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ 80 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആംഗിൾസ് മൊത്തം എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുകയുള്ളൂ. ഇനി ഇതിലെ ബി ചോദ്യം, വെൻ 2 ലൈൻസ് ഇന്റർസെക്ട് വൺ ഓഫ് ദ 4 ആംഗിൾസ് ഫോംഡ് ഈസ് ഹാഫ് ഓഫ് അനദർ ആംഗിൾ, കാൽക്കുലേറ്റ് ഓൾ 4 ആംഗിൾസ്. എന്താണ്? ഒരു ലൈന് വരച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ലൈന്, ഇതിൽ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 4 കോൺസ് ഉണ്ടാവും അല്ലേ. 4 കോണുകൾ ഇവിടെ സംഭവിക്കും. 1 2 3 4 കോണുകൾ ഉണ്ടാവും. അപ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നുണ്ട്. ആ 4 കോണുകൾ നമ്മളുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? 4 കോണുകളും കൂടെ കൂട്ടി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 4 ആംഗിൾസ് ഈസ് ഹാഫ് ഓഫ് ദ അനദർ ആംഗിൾ എന്നുള്ളതാണ്. എന്താണ്? ഇവിടെ 1ഉം 2ഉം ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ ഒരു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു 180 ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒന്നാമത്തെ ആംഗിൾ, ഓക്കെ, ഒന്നാമത്തെ ആംഗിൾ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കണം? ഡബിൾ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അഥവാ ഈ ആംഗിൾ 1ൻ്റെ നേരെ എന്താണ്? എതിർഭാഗത്തുള്ള ആംഗിളാണ് ആംഗിൾ 3 എന്ന് പറയുന്നത്. അതുകൊണ്ട് ആംഗിൾ 1ഉം ആംഗിൾ 3യും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആംഗിൾ 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര എടുക്കാം? ആംഗിൾ 1 എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആംഗിൾ 1 120 ഡിഗ്രി. ഇനി അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ 2 എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. 180 മൈനസ് 120 എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ആംഗിൾ 3 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആംഗിൾ 1ൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ 3 എന്ന് പറയുന്നതും 120 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ 2ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ 4 ആണ്. ആംഗിൾ 4 എന്ന് പറയുന്നത് 2 × 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുമ്പോൾ ഈ 2 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കും. അതുപോലെ ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ 2 ഓപ്പോസിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതവിടെ ഓൾറെഡി ഹാഫ് ഓഫ് ദ അനദർ ആംഗിൾ എന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിൽ സി ആണ് നോക്കേണ്ടത്. Draw a parallelogram with sides 4 cm and 3 cm and an angle of 70 degree. എന്താണ്? ഒരു പാരലലോഗ്രാം വരക്കണം. അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 4 cm 3 cm ആണ്. ആംഗിൾ 70 ഡിഗ്രിയുമാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈന് വരച്ചു കൊടുക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു AB എന്നുള്ളത് വരച്ചു കൊടുക്കുക. ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്നിട്ട് നമ്മൾ എയിൽ നിന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 70 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ 70 ഡിഗ്രി നമ്മൾ കോമ്പസിൽ എടുക്കുക. എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര സെൻറ്റിമീറ്റർ വേണം? 3 സെൻറ്റിമീറ്റർ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്തത് ഇവിടുത്തെ ആംഗിൾ കാണണം അല്ലേ. ഇത് 70 ഡിഗ്രി ആണ് നമുക്ക് മനസ്സിലായി. ഈ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമ്മൾ 180ൽ നിന്നും 70 മൈനസ് ചെയ്ത് കൊടുക്കുക. 110 ഡിഗ്രി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നത് 110 ഡിഗ്രിയാണ്. 110 ഡിഗ്രിയിൽ നമ്മൾ വെച്ച് വരക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. ഇവിടെ വരുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് വരച്ചു കൊടുക്കാൻ.
ഇനി അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ടു ആംഗിൾസ് ഫോംഡ് വെൻ ടു ലൈൻസ് ഇൻ്റർസെക്റ്റ്. എന്താണ്, രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാണ്. ഒരു ലൈൻസ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും. ഈ രണ്ട് ആംഗിളിൻ്റെയും സം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ആംഗിളിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും കൂടെ 180 ഡിഗ്രി ആണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കാം. ഇനി അതാണ് ഇവിടെ ഓപ്ഷൻസ്. ഓപ്ഷൻ എ 90 ഡിഗ്രി, ഓപ്ഷൻ ബി 180 ഡിഗ്രി, ഓപ്ഷൻ സി 270 ഡിഗ്രി, ഓപ്ഷൻ ഡി 360 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക്